നമ്മൾ അയച്ച നോട്ടീസിന്റെ യഥാർത്ഥ റിയാക്ഷൻ അതൊന്നുമല്ല. അത് അതിനേക്കാളും ഒക്കെ വളരെ സീരിയസാ. സീരിയസ് എന്ന് പറഞ്ഞാലേ അതെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ ആൻസിക്ക് എവിടെന്നാ ഇത്രയും വലിയ കണക്ഷൻസ്? എടോ, താൻ നരേറ്റ് ചെയ്തതുപോലുള്ളൊരു സ്ത്രീക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ KGS ലോകസുന്ദരി മുന്നിൽ വന്ന് നിന്നാലും ഈ പഞ്ചായത്ത് മുഴുവൻ ഫീസായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാലും KGS ഇങ്ങനൊരു കേസ് ഏറ്റെടുക്കത്തില്ല. വക്കീൽ എന്തായി പറയുന്നേ? KGS വക്കീലോ? അത് KGS ഈവനിങ്സിലെ അത് തന്നെ, സാക്ഷാൽ അഡ്വക്കേറ്റ് KG സുബ്രഹ്മണ്യ അയ്യർ. പുള്ളിയായിട്ടൊന്നും ആൻസിക്ക് ഒരു കണക്ഷനും ഉണ്ടാവില്ല. ഒരു ജൂനിയറിനെ പുള്ളി കോടതിയിലേക്ക് അങ്ങ് വിടും. ഏറ്റവും വലിയ ട്രാപ്പ് എന്താണെന്നറിയോ? എതിർഭാഗം ഉന്നയിക്കുന്ന ഒരു വാദങ്ങളും ഈ ജൂനിയർ ഖണ്ഡിക്കുകയോ ഒബ്ജക്ഷൻ പറയുകയോ ഉണ്ടാവില്ല. വട്ടായി പോവില്ലേ നമ്മള്? എടോ, ഇന്ത്യയിൽ സാധാരണയായിട്ടേ ഒരു വക്കീലും KGS എടുത്ത കേസിൽ എതിർഭാഗത്ത് നിന്ന് മുന്നോട്ട് പോവില്ല. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷനും ഗുഡ്വില്ലും ഒക്കെ തൊലച്ചു കളയും. അതെ, പ്രഗത്ഭന്മാരായ വക്കീലന്മാരുടെ കാര്യമാ ഞാൻ ഈ പറയുന്നേ. ഇനി ഒരു ഉദാഹരണത്തിന് നമ്മുടെ ആൻസിയുടെ കേസ് എടുക്കാം. മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണേ. അവളൊരു പിഴയാണ്, ദുർനടപ്പുകാരിയാണ് എന്നൊക്കെയല്ലേ നമ്മൾ വാദിച്ച് തെളിയിക്കാൻ പോകുന്നത്. 1999 താനും ആൻസി വർഗീസും കൂടി റൂം റെയ്ഡിൽ പിടിക്കപ്പെട്ട കേസിലെ സാക്ഷികളെ എല്ലാം നിരത്തി നമ്മളങ്ങ് വാദിക്കാൻ പോവാണെന്ന് വിചാരിച്ചോ? ഒരു കുടുംബജീവിതത്തിനുള്ള യോഗ്യല്ല എന്ന് ജഡ്ജി തീർപ്പെഴുതി വെച്ചു എന്നും കരുതുക. അതുവരെ ഈ KGSന്റെ ഒരിടപെടലും കാണത്തില്ല. ഈ ജഡ്ജ്മെന്റ് ഡേയുടെ തലേന്ന് ഈവനിങ്ങിലായിരിക്കും KGS ഈവനിങ്സിൽ പുള്ളിയുടെ ഒരു പ്രകടനമായിരിക്കും. അതൊരു ഒന്നൊന്നര പ്രകടനമായിരിക്കും. എന്റെ വക്കീലെ, പ്രകടനം ജാഥയൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടേ പറ. വഴിയുണ്ട്, ഒരു വഴിയുണ്ട്. ഈ 1999 ഇഷ്യൂ ഈ ഫേസ്ബുക്കിൽ വന്ന ആൻസിയുടെ ഇപ്പോഴത്തെ വീഡിയോ പോലെ ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല. ആൻസി എന്ന സ്ത്രീ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഒരു ഭർത്താവിനോടൊപ്പം മാത്രം ജീവിച്ച് തൃപ്തിപ്പെടാനുള്ള ഒരാളല്ല, അതിതീവ്രമായ സെക്ഷൽ അർജുള്ള ഒരാളാണെന്ന് തെളിയിക്കണം. ഷീ ഷുഡ് ബി പോർട്രേറ്റഡ് ആസ് എ നിംഫോമാനിയാക് വിത്ത് സോളിഡ് എവിഡൻസ്. ക്യാൻ യു ഡു ഇറ്റ്? എന്താ എടോ, തെളിവുകളടക്കം റെക്കോർഡ്സിങ് കിട്ടിയാ മതി. നീ എന്തിനാ നോക്കുന്നത്? ഞാൻ ഒന്നേ പറഞ്ഞല്ലേ, വക്കീലും പറഞ്ഞല്ല. കിടക്കുന്നു ഇപ്പൊ മനസ്സിലായല്ല, നിംഫോമാനിയ ഞാൻ പറഞ്ഞതല്ലേ. എങ്കിലേ അത് ഞാൻ ഏറ്റു. അത് തന്നെ അതിനുള്ളൊരു പോംവഴി. എന്തു പറയുന്നു? ഞാൻ ഏറ്റുന്നേ, പേടിക്കണ്ട. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ധൈര്യമായിട്ട് പോവാം. കൊടുകൈ. മോളെ, ഈ പറഞ്ഞ സ്ഥലത്ത് 2-3 കോടതി ഉണ്ടല്ലോ. മജിസ്ട്രേറ്റ് കോടതി, ഫസ്റ്റ് ക്ലാസ് കോടതി. അപ്പം ഈ കുടുംബ കോടതി അതിനടുത്ത് തന്നെയാണോ? അതെ, ഒന്ന് ചോദിച്ചേക്കണേ. പിന്നെ ഈ പറയുന്നയാൾക്ക് കോടതിയായിട്ട് ഭയങ്കര ബന്ധമല്ലയോ? തടിക്കടത്ത് കേസുമായിട്ട് കയറി ഇറങ്ങിയല്ലയോ? പത്തനംതിട്ട കോടതിയിലും അടൂരും ഒക്കെ. എടാ പോടാ, ഇയാള് കോടതി കയറി എന്താ പറയുന്നത് ആർക്കറിയാം? മോളെ, ഈ കോടതി പറയണതേ വക്കീലെല്ലാം പറഞ്ഞു തന്നായിരുന്നോ? KG സാർ പറയേണ്ടതെല്ലാം ഇന്നലെ എനിക്ക് മെയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോടാ, അതാണ് വക്കീല്. അല്ലാതെ നിന്റെ മിന്നൽ ഇടിയും പോലൊന്നും അല്ല. എല്ലാ കാര്യവും അഡ്വാൻസാ. ഞാൻ അറിഞ്ഞതേ KGS എന്ന് പറയുന്നാൽ കോടതിയിലങ്ങ് പോകത്തില്ലെന്നാ. പണ്ടെങ്ങാണ്ട് കേസ് വായിച്ച് തോറ്റെന്ന്. അങ്ങനെ തോറ്റിട്ടാ പുള്ളിക്കാരൻ പത്രപ്രവർത്തനം കൊണ്ട് ഇറങ്ങിയത്. അവിടെയും തോറ്റ് ഷെഡിൽ കയറിയിരിക്കുക. അപ്പൊ പിന്നെ ഈ കേസൊക്കെ അങ്ങ് എടുക്കും. എനിക്ക് തോന്നുന്നു രാജ്മോഹൻ കൊണ്ട് കുടുക്കിയതാണെന്നാ. ഒന്ന് മിണ്ടാതിരി അലക്സ്. എല്ലാ കാര്യങ്ങളും ഈ KGS ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തേലും മനസ്സിൽ കാണാതെ ഇവനൊക്കെ ആഫീസും തുറന്നിരിക്കുവോ? ചെല്ലുമ്പോ അറിയാം. അല്ല, എന്തായാലുമേ അനന്തരം അവന്റെ വക്കീലും വീട്ടുകാരും എല്ലാരും പേടിച്ചിട്ടുണ്ട് കേട്ടോ. നിസാരക്കാരനല്ല നമ്മുടെ വക്കീല്. മിന്നല് പോലും നിസാരക്കാരനല്ലെന്നാ എന്നോട് പറഞ്ഞത്. പക്ഷെ ഇച്ചിരി തരികിടയൊക്കെ ഉണ്ടെന്ന്. ഓ, നിന്റെ വക്കീലിന്റെ ഒരു വർത്തമാനം. OP 95/19 മരുതകം വീട്ടിൽ കൃഷ്ണപിള്ള മകൻ അനന്തകൃഷ്ണൻ. കണ്ണാടിക്കൽ കുളത്തിൽ പറമ്പിൽ വീട്ടിൽ വർഗീസ് മകൾ ആൻസി വർഗീസ്.
യെസ്, ഐ ആം ഫോർ ദ കംപ്ലൈനന്റ് സർ. I am for the respondent, sir. കംപ്ലൈന്റിന് വന്നിട്ടുണ്ടോ? യെസ് സർ. പെറ്റീഷണറോ? Yes, sir. വിളിക്ക്. വരൂ. സർ, വരൂ ആൻസി. സർ, കൗൺസിലിംഗ് ഇന്ന് പോസ്റ്റ് ചെയ്യട്ടെ? ഷുവർ സർ. താങ്ക് യു സർ. വരൂ, അങ്ങോട്ട് നിന്നാ മതി. വാ വാ വാ. ആൻസി അവിടെ വെയിറ്റ് ചെയ്യൂ, വിളിക്കും. മോളെ, പറയാനുള്ളത് കടുപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. വക്കീല് പറഞ്ഞ ഒന്നും വിട്ടുകളയരുത്. അവര് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം. ഹലോ. വരുന്നുണ്ട്. ആ അതെ അതെ അതെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിപ്പിച്ചാൽ മതി. രാമോജിയിലാണ് ഷൂട്ട്. ഏയ്. അതെ. ഇത് ഞാൻ കോടതിയാണ്. പിന്നെ വിളിക്കാം. അപേക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉടനെ അകത്ത് വിളിപ്പിക്കും. ഓ. ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. പേടിക്കാനൊന്നുമില്ല. ഓക്കെ. തോനാപ്പോ നിപ്പ് കണ്ടിട്ട് എന്നെ ചവിട്ടി കൂട്ടണ ലക്ഷണം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള മുതലാളിമാരെ ചവിട്ടാറില്ല, കാല് നാറും. യവനാണ് ഡ്രൈവർ അല്ലേ? കഥയൊക്കെ ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഭയങ്കര ധൈര്യം തന്നെ. വാശിക്ക് അനിയത്തിയെ കെട്ടിയത് നല്ലത്. പക്ഷെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നതിന് നമിക്കണം. എങ്ങനെ പോകുന്നു ബിസിനസ്? ചൊറിയാൻ വന്നതായിരിക്കും. ഞങ്ങളെ കാണുമ്പോൾ ചൊറിയും, അത് കുറ്റമല്ല. പക്ഷെ സാറേ, ഇത് കോടതിയാ. 12-1 മണിയൊക്കെ ആകുമ്പോഴേ ഉച്ചഭക്ഷണത്തിൻ്റെ കോടതി അങ്ങ് പിരിയും. അതിനു മുമ്പ് ഈ പരിപാടിയെല്ലാം അങ്ങ് കഴിയും. അത് കഴിയുമ്പോൾ ഞാൻ ജീപ്പുമായിട്ട് അങ്ങ് പുറത്ത് വെയിറ്റ് ചെയ്യാം. അങ്ങോട്ടേക്ക് അങ്ങ് വാ, ചൊറിച്ചിൽ ഞാൻ അങ്ങ് മാറ്റിത്തരാം കേട്ടോ. അനന്തകൃഷ്ണൻ, ആൻസി മോനെ വർഗീസ്. മോളെ വിളിക്കുന്നു. ചെല്ല്. ആ, വേഗം ചെല്ല്. ആ, പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. ആ ചെല്ല്. ആ വരൂ, ഇരിക്കൂ. ഭാര്യ ലെഫ്റ്റ് സൈഡിലിരിക്കേ. ഭാര്യ വാമഭാഗത്ത് ഇരിക്കണമെന്നാ. ഇവര് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയുള്ള വിശ്വാസമൊന്നും ഇല്ല മാഡം. എവിടെ ഇരുന്നാലും ഇരിപ്പും കയ്യിലിരിപ്പും ശരിയാവണമല്ലോ. ആൻസി, ഭർത്താവ് വീട്ടിൽ ഇങ്ങനെ തമാശക്കാരനാണോ? നമ്മൾ സീരിയസ് ആയിട്ടാണ് മാഡം പറയുന്നത്. കോമഡിയൊക്കെ ദാ എവിടാ. ഈ ചിരിക്കും ചതിക്കും ഇടയിൽ വലിയ ദൂരമില്ല മാഡം. അനന്തകൃഷ്ണൻ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ക്യാമറാമാൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്. ഫിലിം ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റിയാണല്ലോ. സെലിബ്രിറ്റിയാ മാഡം ഈ ഇരിക്കുന്നത്. ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചു ഒറ്റ വീഡിയോ കൊണ്ട്. ഞാൻ ക്യാമറ നോക്കി കുറെ കാലമായിട്ട് നടക്കുന്നു, എങ്ങും എത്തിയില്ല. മിസ്റ്റർ അനന്തകൃഷ്ണൻ, നിങ്ങൾ രണ്ടുപേരും ഈ കോടതിയിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ആൻസി വർഗീസുമായുള്ള ജീവിതം അവസാനിപ്പിച്ച് കിട്ടാൻ ആകെയുള്ള ഒരു പരിഹാരം ഫാമിലി കോർട്ടാണെന്നറിയാം. അതുകൊണ്ടായി ഇവിടെ പരാതി കൊടുത്തത്. പക്ഷെ ഭാര്യ ഒരു ജോയിന്റ് പെറ്റീഷന് തയ്യാറായില്ല. മാത്രല്ല, കുട്ടികളുടെയും ഭർത്താവിന്റെയും കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അപ്പോ അവർക്ക് പറയാനുള്ളത് കോടതി കേൾക്കും. കേൾക്കാൻ ഒന്നുമില്ല മാഡം. ജീവിതകാലം മുഴുവൻ കള്ളങ്ങൾ മാത്രം പറഞ്ഞ് 10-20 വർഷം എൻ്റെ കൂടെ ജീവിച്ച സ്ത്രീയാ. അപ്പൊ കോടതിയുടെ മുമ്പിൽ ഇനി എന്ത് സത്യം പറയാനുള്ളത്? 2 കുട്ടികളല്ലേ? അതെ, ആണും പെണ്ണും. മൂത്തതാണ് ഇളയത് പെൺകുട്ടി. എത്ര വയസ്സായി? മോന് 12, മോക്ക് 8. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത് അവരിപ്പോ സ്കൂളിൽ പോകുന്നില്ല. കുട്ടികൾ പഠിക്കുന്നില്ലേ? അതെന്താ? അത് ചോദിക്കും മാഡം. കുട്ടികൾ എന്തുകൊണ്ടാ പഠിപ്പ് നിർത്തിയെന്ന് മാഡം ചോദിക്കേ. മോന് പടിയേന്ന് വീണിട്ട് കാലൊന്ന് ഫ്രാക്ചറായി. കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ട് സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല. അതൊന്നും അല്ല മാഡം. ഞാനും ആൻസിയുമായുള്ള ഇഷ്യൂ വന്നതിന് ശേഷം കുട്ടികളെ കൊണ്ട് അവൾ എൻ്റെ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അതിനുശേഷം ഒരു പോലീസ് ഓഫീസർ എവിടെയോ കൊണ്ട് താമസിപ്പിച്ചു. അവിടെ കോളനിയിലുള്ളവരെല്ലാവരും കൂടി പ്രശ്നമാക്കി. അപ്പൊ പിള്ളേരെ കൊണ്ട് നേരെ അങ്ങ് നാട്ടിലേക്ക് പോയി. കുട്ടികളപ്പോ നാട്ടിലാണോ? അതെ മാഡം. അവിടെ സ്കൂളിൽ ചേർത്തില്ലേ?
അവിടെ സ്കൂളിൽ ഞങ്ങൾ അഡ്മിഷൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടമോ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇവള് തന്നെ നശിപ്പിക്കുക. അതാ മാഡം ഞാൻ പറയുന്നത്, എന്റെ കുട്ടികളെ എനിക്ക് വേണം. അതുങ്ങളുടെ ഫ്യൂച്ചറെങ്കിലും ഓർത്ത് മാഡം അതൊന്ന് ചെയ്തു തരണം പ്ലീസ്. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക്, ഞാൻ ആൻസിയോടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ മാഡം. ഭർത്താവ് ഒരുപാട് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും സത്യമല്ല മാഡം. ഈ 1999 ഒരു പോലീസ് കേസും റെയ്ഡും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതിൽ വല്ല സത്യാവസ്ഥയുണ്ടോ? എന്നെ ചതിച്ചതാ മാഡം. എല്ലാരും കൂടെ അന്ന് ചതി വീഴ്ത്തി തന്നെ. ഈ കേസ് നടക്കുമ്പോ നിങ്ങൾക്ക് 10-18 വയസ്സായി, അപ്പൊ പ്രായപൂർത്തിയായി. അപ്പൊ തിരിച്ചറിവ് ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അറിവോട് തന്നെയാ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. മാഡം, സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മോശം കാര്യമൊന്നും അല്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചു പോയതാ, അതിലെന്താ തെറ്റ്? പക്ഷെ അന്ന് എന്റെ മനസ്സ് തെറ്റിച്ച് കുഴിച്ചാടിച്ചത് വേറെ ചിലരാ. ഈ തള്ളിയിട്ടവരുടെ കൂട്ടത്തിൽ അനന്തനും ഉണ്ടോ? അയ്യോ ഇല്ല, അനന്തുവാ അന്ന് അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. എന്നെ വിവാഹം കഴിച്ചു, എന്റെ കുഞ്ഞുങ്ങളുടെ നല്ല അച്ഛനായി. എനിക്ക് ഒരുപാട് സ്നേഹം തന്ന എന്റെ കൂടെ നിന്ന മനുഷ്യനത്. മാഡം ഒരു സ്ത്രീയാണ്, മാഡത്തിനൊരു കുടുംബമില്ലേ? ഏതൊരു പെണ്ണിനും ഇങ്ങനൊരു ചതി പറ്റാമല്ലോ. നമ്മളെ നശിപ്പിക്കാനായിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കാം. സിനിമയിലും സിനിമയ്ക്ക് പുറത്തും കുടുംബത്തിനകത്ത് വരെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഈ കള്ള വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചവരെ അനുജനോട് പകയുള്ള ആരോ ആണ്. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ കേസ് എന്തായി? അത് സൈബർ സെല്ലിലുള്ളവർ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്നായാലും പുറത്തു വരും മാഡം. നിങ്ങൾക്ക് ഭർത്താവിനോടൊത്ത് കഴിയണമെന്നാണ് ആഗ്രഹം അല്ലേ? അതെ. എന്റെ കുഞ്ഞുങ്ങൾ രണ്ടാളും ആകെ സങ്കടത്തില. ഞാനാണെങ്കിൽ അവർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. അതെ മാഡം, ആനന്ദുവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. ഓക്കെ, ആൻസി ഒന്ന് പുറത്തു നിൽക്ക്, ഹസ്ബൻഡിനോടൊന്ന് വരാൻ പറ. കാര്യങ്ങളൊക്കെ പറഞ്ഞോ മോളെ? അകത്തേക്ക് വിളിക്കുന്നു. ഇരിക്കും. മിസ്റ്റർ അനന്തന്റെ വൈഫ് ആഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയും കുട്ടികളും ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ്. വേണ്ട മാഡം, ഇനി അത് ശരിയാവില്ല. വേറെന്തെങ്കിലും ഫാമിലി മാറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യായിരുന്നു. ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ള ഒറ്റ വാക്കിലും ഉറപ്പിലും വേണമെങ്കിൽ മറ്റു പലരെയും പോലെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. എന്തിനാ മാഡം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഒരു കുടുംബജീവിതം അവൾക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? എനിക്ക് പറ്റില്ല മാഡം. ഒരേ കിടപ്പുറയിൽ ഭാര്യ ഭർത്താക്കന്മാരായുള്ള ഒരു ജീവിതം എനിക്ക് പറ്റില്ല മാഡം. മിസ്റ്റർ അനന്തൻ, ഈ വീഡിയോ ഇഷ്യൂ പ്രചരിച്ചതിന് ശേഷവും ഭാര്യയ്ക്ക് വേണ്ടി നിയമ നടപടികൾക്കൊപ്പം കൂടിയതല്ലേ? പിന്നെ അവിടുന്ന് ആ സപ്പോർട്ട് പിൻവലിച്ച് പിൻവാങ്ങിയത് എന്തുകൊണ്ടാ? ആര് പറഞ്ഞിട്ടാ? അവള് മാഡത്തിനോട് പലതും പറഞ്ഞിട്ടുണ്ടല്ലേ? ആൻസി പറഞ്ഞില്ല, ഞാൻ മനസ്സിലാക്കിയതാ. ആൻസിക്ക് കിട്ടിയ സപ്പോർട്ട് പെട്ടെന്ന് പിൻവലിക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവണല്ലോ. കാരണം ഉണ്ട് മാഡം. അതെന്താണ്? ആൻസിയെ കുറിച്ച് ആ വീഡിയോയിൽ തെളിയുന്നതിനപ്പുറം വേറെ ഒരുപാട് തെളിവുകളുണ്ട്. അതൊന്നൊന്നായി ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ നിങ്ങളുടെ ഭാര്യ വഴിപിഴച്ചവളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നതല്ല, സത്യമാണ്. ഓക്കെ. ആൻസിയോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. മിസ്റ്റർ അനന്തന് വിവാഹമോചനത്തിനാണ് താല്പര്യം. മാഡം, ഇദ്ദേഹത്തെ ആരോ പറഞ്ഞ് മനസ്സ് മാറ്റിപ്പിച്ചിരിക്കുക. കുറച്ച് സമയം കൊടുത്താൽ മതി. മാഡം, ഈ കൗൺസിൽ കൊണ്ട് ഒരു തീർപ്പുണ്ടാവുമോ? വേറെന്തെങ്കിലും തിരക്കുണ്ടോ? ഉണ്ട്, തിരക്കുണ്ട്. ഞാൻ ഒരു വലിയ ഫിലിം പ്രോജക്റ്റിന്റെ തിരക്കിലാണ്. അതിനു മുമ്പ് ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കണം. മാഡം, ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് എന്താ പറയണ്ടേ? അവരുടെ കാര്യത്തിൽ എന്തോ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എനിക്ക് ഈ കൗൺസിലിങ്ങിന്റെ റിപ്പോർട്ട് കൊടുക്കാനേ പറ്റൂ. ബാക്കിയൊക്കെ കോടതിയാ തീരുമാനിക്കുന്നത്.
കോടതി കുറച്ച് സമയം തരും. ഓക്കെ? ശരി. ഓക്കെ ഓക്കെ മാഡം. ശരി. ആ അവിടെ കൗൺസിലിംഗ് ആയിരുന്നു കോടതിയില്. അവൾ അവന്റെ കാല് പിടിച്ച് നിൽക്കുക എങ്ങനെയും തിരിച്ചു കയറാൻ. അവൻ സമ്മതിച്ചാലും നമ്മൾ സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ വിളിക്കാവേ, അവര് വരുന്നുണ്ട്. ഇസ്മയിൽ വക്കീല് വിളിച്ചായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൗൺസിലിംഗിൽ എന്തൊക്കെയാ പറഞ്ഞത്? സത്യം പറഞ്ഞ അവൾ എന്റെ അടുത്ത് വന്നിരുന്നപ്പോ അങ്ങേയറ്റം വെറുപ്പാ തോന്നിയത്. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് കോംപ്രമൈസിന് നടക്കുന്നു. ജോയിന്റ് പെറ്റീഷൻ ആയിരുന്നെങ്കിൽ 2 മാസം കൊണ്ട് കാര്യം കഴിഞ്ഞു കിട്ടിയേനെ. മോനെ വരൂ അമ്മ. ആൻസി, ഞാൻ പെട്ടെന്ന് ഉടുപ്പിട്ടിട്ട് വരാവേ. അലക്സെ കൊച്ചാപ്പൻ എന്തേ? ഞാൻ കണ്ടില്ല. റെഡി ആയോ? ഭക്ഷണം കഴിച്ചായിരുന്നോ? കൊച്ചാപ്പൻ ജീപ്പിൽ കയറിയിട്ടുണ്ടെന്ന്. അതെ, നിങ്ങൾ അങ്ങോട്ട് പോവാ രാവിലെ? കൊച്ചിനെ കൊണ്ട് കണ്ണ് ഡോക്ടറെ അടുത്ത് പോവാന്ന് പറഞ്ഞത് മറന്നുപോയോ? കണ്ണ് ഡോക്ടർ എടുത്തോ? എപ്പോ പറഞ്ഞു? ഓർമ്മ കാണത്തില്ല. വല്ല കീടം വലിച്ചു കെട്ടി കിടന്ന് ഉറങ്ങിയ എങ്ങനെ ഓർമ്മ വരും? ഇടി, ഒരു കാര്യം ചെയ്, നമുക്ക് നാളെ പോവാം ഡോക്ടറെ അടുത്ത്. നാളെ ഞായറാഴ്ചയല്ലേ? ഡോക്ടർ ഇല്ല നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത്. ചേച്ചി ഒരു കാര്യം ചെയ്, കൊച്ചാപ്പനെ കൊണ്ടുപോ. അല്ലുന്റെ കാര്യം നോക്കാൻ ഇവിടെ ആള് വേണ്ടേ? ഇട്ടിട്ട് പോയാ മതിയല്ലോ. എടി, നിനക്കിന്ന് പോണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഈ KGS ആയിട്ടുള്ള മീറ്റിംഗിന് റെഡി ആയത്. സാർമാരത്ത് നാളെ പോയാ പോരെ? അത് പറ്റില്ല, ആ മീറ്റിംഗ് ഫിക്സ്ഡ് ആണ്, അപ്പോയിന്റ്മെന്റ് ആണ്. മാത്രമല്ല, ഒരാൾ നമ്മളിങ്ങനെ സഹായിക്കും, നമ്മൾ എങ്ങനെ അങ്ങോട്ട് തിരിച്ച് ബുദ്ധിമുട്ടിക്കുന്നാനി? ഇപ്പൊ നമ്മുടെയല്ലേ ആവശ്യം? ആവശ്യം അവർക്കായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ അത് വിശ്വസിച്ചോണം. എന്നാ വീടിന്റെ മുറ്റത്ത് ഒരു വക്കീലുണ്ട്, അതുപോരാ. ഇതാണ് നെകളിപ്പെന്ന് പറയുന്നത്. നീ ആ പറഞ്ഞത് ശരിയാ. എന്തോ ശരി? ആ കൊച്ചിന് ഡ്രസ്സൊക്കെ എടുത്ത് അയൺ ചെയ്തിട്ടെ, അലക്കിയതൊക്കെ അങ്ങനെ ചുരുട്ടിയിട്ടേക്കുവാ. എടി, അപ്പൊ ആൻസി എങ്ങനെ പോവും? കൊച്ചാപ്പനുണ്ടല്ലോ, ബസ് കയറിപ്പോട്ടെ. നിങ്ങൾ ജോലിയൊക്കെ തീർത്തിട്ട് കൊച്ചിന്റെ അടുത്ത് ഇരുന്നേ, ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വരാം. നീ എന്ത് വർത്താനടി പറയുന്നേ? ആൻസി അങ്ങനെ ബസ് കയറ്റി വിടാൻ പറ്റുമോ? എവിടാന്ന് വെച്ചാ അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടം കാണും. അതാ കാര്യം. നിങ്ങൾക്ക് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങണം, അതാ നിങ്ങളുടെ ആവശ്യം. മോളെ, ഇറങ്ങാം മോളെ. പോകുന്ന വഴിക്ക് വഴിയോരക്കടയിൽ കയറി വല്ലതും കഴിച്ചിട്ടങ്ങ് പോകാം. കൊച്ചാപ്പൻ വരണ്ട, ഇന്ന് പിള്ളേരെടുത്തിരിക്കും. ആൻസി ഇന്ന് ഞാൻ കൊണ്ടുപോക്കോളാം, അതേ നടക്കൂ. അതെന്തുവാ? ആനയുണ്ടല്ലോ ഇവിടെ പിള്ളേരെ നോക്കാൻ. അതെ, പറയുന്ന കേട്ടാ മതി. ചേച്ചി കൊച്ചാപ്പനെയും കൊണ്ട് ബസ്സിൽ കയറി പൊക്കോളും, അതാ നല്ലത്. നിങ്ങൾ പറയുന്ന കേട്ടോണം, എന്റെ സ്വഭാവം മാറ്റിക്കല്. നീ എന്ത് വർത്താനടി പറയുന്നേ? നിന്റെ കൂടെ പുറപ്പല്ലേ ഇത്? അമ്മച്ചി പെരുന്നാൾ കൂടാൻ പോയോണ്ടല്ലയോ? അല്ലെ അമ്മച്ചി നോക്കത്തില്ലയോ? ഒരു കാര്യം ചെയ്, കൊച്ചാപ്പനെ ഇവിടെ ഇരിക്കുക, ഇവര് ഡോക്ടറെ അടുത്ത് പോട്ടെ, ഞാൻ ആൻസിയെ കൊണ്ടുപോക്കോളാം. നിങ്ങൾ വന്നേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ. മോളെ, എന്നാ പിന്നെ പിള്ളേരെ നോക്കി ഞാൻ ഇവിടെ ഇരുന്നോളാം. മോള് പോയിട്ട് വാ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? നിന്റെയൊക്കെ പെറ്റതള്ളയുടെ വില ഇപ്പോഴാ അറിയുന്നത്. മടുത്തിറങ്ങി പോയതാ പാവം. കൊച്ചപ്പ അവനോട് വഴക്കുണ്ടാക്കാതിരിക്കാൻ പറയണം. അല്ലുവിന് അറിയാം അവൻ എപ്പോഴാ മരുന്ന് കഴിക്കേണ്ടതെന്ന്. ഞാൻ മെഡിസിൻ ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ആരെങ്കിലും കൂടിയിരുന്നാ മതി. എല്ലാം ഞാൻ നോക്കിയോളാം. മോൾ സമാധാനമായിട്ട് പോയിട്ട് വാ. കൊച്ചാപ്പനെ അവിടെ ചില പണിയുണ്ട്. ഞാന് ഇവിടെ കുറച്ച് റബ്ബർ ഷീറ്റേ 2 ദിവസമായി ഇരുന്ന നാറുവാ, അതൊന്ന് അടിച്ചിട്ടിട്ട് മോള് പോയിട്ട് വാ. അവിടെ ചെന്നിട്ടേ എന്നെ വിളിക്കണേ. ഓ, യമണ്ട വീടാണല്ലോ, ആൾക്കാരൊക്കെ കുറെ പറ്റിക്കുന്നുണ്ട്. അതെ, വസ്തുവിന്റെ വീടിന്റെ കാര്യത്തിൽ നമുക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ തീരുമാനിക്കാൻ പറയണം. അതും ഇതും കയറി പറഞ്ഞേക്കരുത്. കിടപ്പാടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. മിന്നൽ വക്കീൽ പറഞ്ഞതേ 3 കോടി വരെ നഷ്ടപരിഹാരം കിട്ടാൻ സാധ്യതയുണ്ടെന്നാ. ഈ വക്കീലായിട്ടത് കളയരുത്. 4 പറഞ്ഞാലേ 3 കിട്ടൂ. അലക്സ്, നമ്മൾ നഷ്ടപരിഹാരത്തിന്റെ കാര്യം സംസാരിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഡിവോഴ്സ് വാങ്ങാനാ വന്നത് അല്ലല്ലോ? അലക്സ് എന്തെറിഞ്ഞിട്ട് ഈ പറയുന്നേ? എനിക്ക് അനന്തുവിനെ തിരിച്ചു വേണം, അതിനല്ലേ ഈ വക്കീലിനെ കാണാൻ നമ്മൾ വന്നത്. എടി ആൻസി, നീ മണ്ടത്തരം പറയാൻ നിൽക്കല്ലേ. ഗുഡ് മോർണിംഗ്. സർ, വാ 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 വാ. വാ. ഹലോ സാറേ,
സാറേ ആൻസി വരൂ. സാറേ ഈ വണ്ടി ഒന്ന് മാറ്റണേ. അല്ല ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ എല്ലാം വണ്ടികൾ കിടപ്പില്ലേ? സാറേ വേറെ വണ്ടികളൊക്കെ വരാനുള്ള സാറേ. ഈ സൈഡിലേക്ക് സ്ഥലം കിടപ്പുണ്ടല്ലോ. സാറേ സൈഡിലോട്ട് നിട്ടാ മതി സാർ, പ്ലീസ് പ്ലീസ് സാർ. അതെ, ഞാൻ ഡ്രൈവറൊന്നും അല്ല കേട്ടോ. ഓ ഇരിക്കൂ, സാർ ഇപ്പോൾ വരും. മിസ്റ്റർ അനന്തന്റെ അഡ്വക്കേറ്റ് ഇസ്മയിൽ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതെന്തിനാ സാറേ അയാൾ വിളിച്ചത്? എന്തിനായിരിക്കും? നമ്മുടെ മൂവ്മെന്റ് എന്തൊക്കെയാണെന്ന് അറിയണം. KGSുമായിട്ട് ബന്ധമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. മിസ്റ്റർ ആദിത്യന്റെ മകളാണോ പല്ലവി കൃഷ്ണൻ? അതെ. ഈ പല്ലവി കൃഷ്ണൻ പവിത്രാമയുമായിട്ട് സംസാരിച്ചിരുന്നു KGSുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന്. അതെന്തിനാണ് സാർ? പല്ലവി കൃഷ്ണൻ KGS ഈവനിങ്സിന്റെ ഒരു ഫാനാണ്. അദ്ദേഹവുമായി അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 2-3 മെയിലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും ആ കുട്ടിയായിട്ട് ചെയ്യുന്നതായിരിക്കില്ല സാർ. ആരോ അവളെ കൊണ്ട് മെയിൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നോ നോ നോ, പവിത്ര മാഡത്തെ നേരിട്ട് വിളിച്ചിരുന്നു, കുറേ സംസാരിച്ചു. ആൻസി മാഡത്തിന്റെ സൈബർ കേസും ഫാമിലി ഇഷ്യൂസും ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. ഈ കേസിന് സപ്പോർട്ടീവായിട്ടാണ് ആ കുട്ടി സംസാരിച്ചത്. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇതാ ഋഷി, ആ കുട്ടിയുടെ ഹസ്ബൻഡേ, അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. എനിവേ, ആൻസിയുടെ ഈ കേസ് KGS ഏറ്റെടുത്തത് ഒരർത്ഥത്തിൽ വലിയൊരു ചർച്ചയായിട്ടുണ്ട്. അതിനനുസരിച്ച് അപവാദങ്ങളും വരുന്നുണ്ട്. ഡോണ്ട് മൈൻഡ്. ആ, നിങ്ങളിരിക്കെ, ഞാൻ പവിത്ര മാഡത്തിനോട് വരാൻ പറയാം. സാറിനെ കണ്ടില്ലേ? ഇല്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ജാടയാന്നേ. നമ്മുടെ മിന്നൽ വക്കീലിനെ വിളിച്ചിരുന്നെങ്കിലേ മിന്നിച്ചിങ്ങി വന്നേനെ. ഇതൊരു തരം ജാടയാ. മാഡം. ആ സർ, വരൂ. ആ ഇവിടെ ഇരുന്നോളൂ, സാറിപ്പോ വരും. ശരി സർ. അപ്പോ അയാളുടെ ബന്ധുക്കൾ ഹോസ്പിറ്റൽ തല്ലി തകർത്തപ്പോഴാ ഇത് കേസായതല്ലേ? ആ അതെ മാഡം. അപ്പൊ അയാളുടെ വൈഫിന് ട്രീറ്റ്മെന്റ് കൊടുക്കാത്തത് കേസല്ല. ബോഡി കൊണ്ടുപോകാൻ ഒരു സൈക്കിൾ റിക്ഷ പോലും കൊടുക്കാത്തതിനും കേസില്ല. വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയോ? കിട്ടി മാഡം, എടുത്തു തരാം. ഞാൻ കേട്ടു.